ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. അപ്പം ഇന്ന് നമ്മൾ വോക്ക് അറൗണ്ട് നോക്കാൻ പോകുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ CB350 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിൻ്റെ വോക്ക് അറൗണ്ടാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ കാണുന്ന മെറൂൺ കളർ എന്ന് പറയുന്നത് CB350യുടെ തന്നെ ഡീലക്സ് പ്രോ എന്ന് പറയുന്ന ടോപ്പ് വേരിയൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മോഡലിൽ ഫീച്ചേഴ്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് അടുത്ത് നോക്കാം. ആദ്യം തന്നെ ഹെഡ് ലാമ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു LED ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഫുൾ LED ലൈറ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ടെയിൽ ലാമ്പ് ആയിക്കോട്ടെ, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, ഹെഡ് ലാമ്പ് ആയിക്കോട്ടെ, എല്ലാം തന്നെ LED ആണ്. അപ്പോൾ ഈ ഒരു ഡീലക്സ് പ്രോയിൽ വരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ചുറ്റും കാണുന്ന ക്രോം ഫിനിഷ് ഈ ഒരു ഡീലക്സ് പ്രോയിലാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫെൻഡർ കാണാം. അപ്പോൾ ഈ ഒരു ഫെൻഡറും ബോഡി കളേർഡാണ് ഈ ഒരു ഡീലക്സ് പ്രോയിൽ വരുന്നത്. നമുക്ക് നോർമൽ ഡീലക്സ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ബോഡി കളേർഡ് ആയിരിക്കില്ല. പിന്നീട് ഈ ഒരു CB350 മോഡൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഹൈനസിൽ നിന്നും ഹോണ്ട വരുത്തിയ മറ്റൊരു മാറ്റമാണ് ഈ കാണുന്ന ഫോർക്ക് കവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ വാഹനത്തിൻ്റെ ഒരു ക്ലാസിക് ലുക്ക് കൊടുക്കാനായിട്ട് ഫോർക്ക് കവേഴ്സും കൊടുത്തിട്ടുണ്ട്. അതും ബോഡി കളേർഡായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ക്ലാസിക് ലുക്കുള്ള മോട്ടോർ സൈക്കിളാണ് CB350 എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ടിലത്തെ വീലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100 സെക്ഷൻ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. 19 ഇഞ്ച് അലോയ് വീൽസാണ് ഫ്രണ്ടിൽ. അതുപോലെ തന്നെ 310 mm ഡിസ്ക് ബ്രേക്ക് കാണാം. അതിൽ നമുക്ക് നിസിൻ്റെ ഒരു 2 പിസ്റ്റൺ കാലിപ്പറുമാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഡുവൽ ചാനൽ ABS-ഓടെ കൂടിയിട്ട് വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണിത്. അതേപോലെ തന്നെ ക്രോം ഫിനിഷ് ഇതിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഫുൾ ഒരു ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. എക്സോസ്റ്റിൻ്റെ ഡിസൈനിലും ഒരു വ്യത്യാസമുണ്ട്. ഹൈനസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ക്ലാസിക് ലുക്ക് തരുന്ന ഒരു സ്ട്രെയിറ്റ് പൈപ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഹൈനസിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു അപ്സപ്പ് ഡിസൈൻ വരുന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ കൂടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. അതേപോലെ തന്നെ ഈ ഒരു ബാക്ക് സസ്പെൻഷനും ഫുൾ ഒരു ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് സിൽവർ കളറിലുള്ള സ്പ്രിങ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് CB350യുടെ ബാഡ്ജിങ് ഉണ്ട്. അതേപോലെ തന്നെ ഹോണ്ട ബാഡ്ജിങ് ഉണ്ട്. സൈഡിൽ നമുക്ക് ഒരു ടാങ്ക് പാഡും കൊടുത്തിട്ടുണ്ട്. ടാങ്ക് ഗ്രിപ്പും ഈ ഒരു വാഹനത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പും ഒരു ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവുള്ളവർക്കും ലേഡീസിനും പേടിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് കാല് തറയിൽ കുത്താവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബ്രൗൺ കളറിലുള്ള ഈ ഒരു വൈറ്റ് പൈപ്പിങ്ങോട് കൂടിയിട്ട് പോകുന്ന ഒരു സ്പ്ലിറ്റ് സീറ്റാണ് ഈ ഒരു ഡീലക്സ് പ്രോയിൽ വരുന്നത്. നമുക്ക് ഡീലക്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ബ്ലാക്ക് കളർ സീറ്റാണ് വരുന്നത്. ബാക്കിൽ നമുക്കൊരു ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പം റൈഡർ സീറ്റ് അത്യാവശ്യം നല്ല വൈഡാണ്. അതുപോലെ തന്നെ പില്ലൻ സീറ്റിന് നല്ല കുഷനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇനി ടൈൽ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു റിയർ ഫെൻഡർ ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് അവസാനിക്കുന്നത്. അതിനും ബോഡി കളേർഡായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ബാക്കിലത്തെ ടെയിൽ ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് LED ടെയിൽ ലാമ്പാണ്. അതൊരു ക്ലാസിക് ലുക്കിംഗ് ആയിട്ടുള്ള റൗണ്ട് ടെയിൽ ലാമ്പാണ്. ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും റൗണ്ടാണ്. അപ്പോൾ സേഫ്റ്റി എൻഹാൻസ് ചെയ്യാനും വേണ്ടി ഇതിലൊരു ഫംഗ്ഷനും കൂടെ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഹാർഡായിട്ട് സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ ഈ ഒരു ബാക്കിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്തതാണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്നുള്ളത്. അപ്പോൾ അതും ഈ ഒരു വാഹനത്തിൽ ഫീച്ചറായിട്ട് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. ഫ്രണ്ടിൽ 19 ആണെങ്കിൽ ബാക്കിൽ 18 ആണ്. സോ കുറച്ചും കൂടെ യാത്രാ സുഖം നമുക്ക് ഈ ഒരു വീൽസിൽ നിന്ന് കിട്ടും. കുറേ കൂടെ ഓബ്സ്റ്റക്കിൾസിൻ്റെ ഒക്കെ മുകളിൽ കൂടെ സ്മൂത്തായിട്ട് സഞ്ചരിക്കാനായിട്ട് ഈ ഒരു ബിഗർ വീൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബാക്കിൽ നമുക്ക് 130 സെക്ഷൻ്റെ ടയറാണ് വരുന്നത്. MRF-ൽ നിന്നാണ് നമുക്ക് 2 ടയേഴ്സും വരുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് 240 mm ഡിസ്ക് ബ്രേക്സും നിസിൻ്റെ സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പറും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലോങ് സ്ട്രോക്ക് എഞ്ചിൻസിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 350cc ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ഹോണ്ട ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 20 bhp ആണ്. അതേപോലെ തന്നെ ഒരു 29.4 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോർക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മാക്സിമം ടോർക്ക് ഇത് ഏകദേശം 3000 RPM ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കാനായിട്ട് വളരെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ത്രോട്ടിലൊന്നും അധികം കൊടുക്കേണ്ട കാര്യമില്ല. വണ്ടി കയറ്റം കയറാനാണെങ്കിലും അല്ലെങ്കിൽ നല്ല ലോഡുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് തന്നെ എഞ്ചിൻ നല്ല രീതിക്ക് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് എടുത്ത് പറയേണ്ടതാണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണിത്. അത് ഓടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ എഞ്ചിൻ്റെ ആ ഒരു ഔട്ടർ കേസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ പിയാനോ ബ്ലാക്കിലാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഹോണ്ടയുടെ ഈ ഒരു ബാഡ്ജിങ്ങും ഈ ഒരു പോർഷനൊക്കെ തന്നെ ഒരു ക്രോം പ്ലേറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് സൈഡിൽ നിന്ന് തോന്നും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്രഷ് കട്ട് ഡിസൈന് ഈ ഒരു എഞ്ചിൻ കൂളിംഗ് ഫിൻസിലും വന്നിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ക്ലാസി ലുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഈ ഒരു FI കവറാണെങ്കിൽ തന്നെ അതും ഒരു ക്രോം ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്രോം എലമെൻറ്റ്സ് നമുക്ക് ഈ ഒരു ബൈക്കിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കിതിൽ ഡ്യുവൽ ഹോണാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഹോണിൻ്റെ ഫ്രണ്ട് കവറിങ് നമുക്ക് ക്രോമിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം DRLs എന്നുള്ള രീതിക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു
സവിശേഷതയാണ്. പിന്നെ ഫോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർക്കിൻ്റെ ഈ ഒരു സ്റ്റെം വരുന്നത് നമുക്ക് സിൽവർ കളറിലാണ്. അലോയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു 10 സ്പോക്ക് അലോയ് വീൽസാണ് ഇതിൽ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയാണ് വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത്. ഇനി കോക്പിറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസിക് ലുക്കിംഗ് മീറ്റർ കൺസോളാണ്. പ്രത്യേകിച്ച് അതിനകത്തെ ആ ഒരു ഡയൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഒരു ക്ലാസിക് ലുക്കാണ്. നമുക്ക് ചെറിയൊരു LCD മീറ്ററും വരുന്നുണ്ട്. അതിൽ നമുക്ക് വലിയൊരു ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഫ്യൂൽ ഗേജ്, ടൈം, ബാറ്ററി വോൾട്ടേജ് പോലെയുള്ള ഫങ്ഷൻസൊക്കെ തന്നെ കാണിച്ചു തരും. ഓഡോമീറ്റർ ഉണ്ട്, 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി കാണിച്ചു തരും, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിച്ചു തരും, ഫ്യൂൽ റേഞ്ച് കാണിച്ചു തരും. അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. എന്നാൽ അതിൻ്റെ ഒരു ക്ലാസിക് ലുക്കും ഉണ്ട്. പോരാത്തതിന് ഇതിൻ്റെ ഈ ഒരു ഔട്ടർ ലേഔട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അവിടെയും ക്രോം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാച്ചിൻ്റെയൊക്കെ ഡയൽ പോലെ കുറച്ച് പോപ്പൗട്ട് ചെയ്ത് നിൽക്കുന്ന രീതിക്കാണിത്. ഈ ഒരു സൈഡിലാണ് നമുക്ക് വാർണിംഗ് ലാംപ്സ് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഹോണ്ടയുടെ ട്രാക്ഷൻ കൺട്രോൾ ടെക്നോളജി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്വിച്ചബിൾ ആണ്, ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. ബൈ ഡിഫോൾട്ട് നമ്മൾ വാഹനം ഓണാക്കുന്ന സമയത്ത് ഓൺ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് USB ചാർജറും വരുന്നുണ്ട്. അപ്പം മൊബൈൽ കാര്യങ്ങളൊക്കെ നമ്മൾ വാഹനത്തിൽ യൂസ് ചെയ്യുമ്പോൾ GPS ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഫോണും ചാർജ് ചെയ്യാനും അത് എളുപ്പമാണ്. ഹാൻഡിൽ ബാർ അത്യാവശ്യം നല്ല വൈഡ് ഹാൻഡിൽ ബാറാണ്. അതേപോലെ തന്നെ റൈഡറിൻ്റെ നേർക്ക് റീച്ച് ആയിരിക്കുന്ന ഒരു ഡിസൈനാണ്. ക്രോം ഫിനിഷിലാണ് അതും വന്നിരിക്കുന്നത്. ഈ ഒരു ഹബ്ബും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒരു സിൽവർ ഫിനിഷിലാണ്. നടുക്ക് നമുക്ക് ഹോണ്ടയുടെ ലോഗോ ഉണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് എൻജിൻ കിൽ സ്വിച്ചും സ്റ്റാർട്ടർ ബട്ടണും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ നമുക്ക് നമ്മളുടെ ഹസാർഡ് ഫംഗ്ഷൻ്റെ സ്വിച്ചും ഉണ്ട്. ഹാൻഡിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഒരു എർഗണോമിക് ഡിസൈനിലാണ് വരുന്നത്. സോ പിടിക്കാനായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിളാണ്. അതേപോലെ തന്നെ സിൽവർ കളേർഡായിട്ടുള്ള ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇവിടെ നമുക്ക് പാസ് സ്വിച്ച് ഉണ്ട്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്കിതാ ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് പോലെയുള്ള ഒരു കീ ലേഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണും ഇൻഡിക്കേറ്ററും ഇതിൽ നേരെ ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ നോർമൽ വാഹനങ്ങളിൽ ഇൻഡിക്കേറ്റർ വരുന്നിടത്താണ് ഇതിൻ്റെ ഹോൺ സ്വിച്ച്, അതേപോലെ തന്നെ ഹോൺ സ്വിച്ച് വരുന്നിടത്താണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മളിത് ഒരു കുറച്ച് ദൂരം ഓടിക്കുമ്പോഴത്തേക്ക് യൂസ്ഡ് ആവുന്നതേ ഉള്ളൂ. മിറേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് മിറേഴ്സാണ്. അതേപോലെ തന്നെ ക്രോം ഫിനിഷിൽ വരുന്ന മിറേഴ്സാണ്. സോ വണ്ടിക്ക് ഓവറോൾ ആ ഒരു ക്ലാസിക് ലുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വാഹനത്തിൻ്റെ ഓവറോൾ ഒരു വോക്ക് അറൗണ്ട് എന്ന് പറയാനുള്ളത്. ഏകദേശം 187 കിലോഗ്രാമോളമാണ് ഈ ഒരു വാഹനത്തിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത്. കുറച്ച് ഹെവിയർ സൈഡിലേക്കാണെങ്കിൽ കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഈസി ടോർക്ക് ഡെലിവറി കൊണ്ടും ഇതിൻ്റെ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടും നമുക്കിത് വാഹനത്തിൽ കയറിയിരിക്കുമ്പോഴോ ഇതിനെ നേരെ നിർത്തുമ്പോഴോ ഓടിക്കുമ്പോഴോ ഒന്നും തന്നെ ആ ഒരു ഹെവി ഫീൽ വരാത്ത രീതിക്കാണ് ഹോണ്ട ഈ ഒരു വാഹനം എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് 350cc മോട്ടോർ സൈക്കിളാണ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നത്. അത് ഞാൻ വെറുതെ പറയുന്നത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന 350 മോട്ടോർ സൈക്കിൾസിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് CB 350 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വാഹനം നിങ്ങൾ ആരെങ്കിലും ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ യൂസർഷിപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കാം. അതേപോലെ ഇതിൽ നമുക്കൊരു 15.2 ലിറ്ററിൻ്റെ മെറ്റൽ ടാങ്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സ് പോലെയുള്ള ആക്സസറീസ് ഒക്കെ തന്നെ ഈസി ആയിട്ട് ഈ ഒരു ടാങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു വൈഡ് ഫീൽ ഈ ഒരു ടാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി, പെയിൻറ്റ് ഫിനിഷും ഒക്കെ തന്നെ വരുന്ന ഒരു ടാങ്കാണിതിൽ. രണ്ട് സൈഡിലും നമുക്ക് പ്രോപ്പർ ഒരു ഗ്രിപ്പിങ്ങിനായിട്ട് ടാങ്ക് ഗ്രിപ്സും കൊടുത്തിട്ടുണ്ട്. എയർ കൂൾഡ് എഞ്ചിൻ ആണെങ്കിലും നമ്മളിതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇതൊരു ഹൈ റവിങ് എഞ്ചിനോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈ കംപ്രഷൻ റേഷ്യോ വരുന്ന എഞ്ചിനോ അല്ല. നോർമൽ ഒരു 9.8:1 എന്നുള്ള ഒരു കംപ്രഷൻ റേഷ്യോ ഒക്കെ ഇതിന് വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഇത് അത്ര ഹൈ റവ്സിലേക്കൊന്നും തന്നെ പോകാത്തതുകൊണ്ടും അങ്ങനെ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് റൈഡറിന് ഒരു ബുദ്ധിമുട്ടുള്ള രീതിക്ക് ഒരിക്കലും നമുക്കിതിന്ന് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു എയർ കൂളിംഗ് സിസ്റ്റം തന്നെ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് സഫീഷ്യൻ്റ് ആണ്. അതേപോലെ ഏകദേശം 35 മുതൽ 40 km/ലിറ്റർ വരെയൊക്കെ മൈലേജ് തരാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണിത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് ടോൾ ഗിയറിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേ ക്രൂസിങ്ങിലും അതേപോലെ തന്നെ സിറ്റി റൈഡിങ്ങിലൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. പോരാതെ ഇതിന് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും വരുന്നുണ്ട്. സോ ഒരു 350cc എഞ്ചിനാണെങ്കിൽ കൂടിയും ഒരു ലൈറ്റ് ക്ലച്ച് ഫീലും ഡൗൺ ഷിഫ്റ്റിംഗ് ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ആയിരിക്കും ഈ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഏകദേശം 2,86,000 രൂപയോളമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പത്തനംതിട്ട പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ബിഗ് വിങ് ഷോറൂമിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്, സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ 2 കളർ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ഇവിടെ. ഒന്ന് ഈ കാണുന്ന മെറൂൺ കളറാണ്, പിന്നീട് ഈ കാണുന്ന ബ്ലാക്ക് കളറുമാണ്. സോ ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് പ്ലസ് ക്രോം ട്രീറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. നല്ല ഒരു കോൺട്രാസ്റ്റി ആയിട്ടുള്ള ലുക്കാണ്. പോരാത്തതിന് ഇതിൽ ഹോണ്ടയുടെ തന്നെ ജെന്യുവിൻ ആക്സസറീസ് കയറ്റിയിട്ടുണ്ട്. കംഫർട്ട് ഫിറ്റ് എന്ന് പറയുന്നതാണ്
ഒരു കസ്റ്റം മോഡിഫിക്കേഷൻ കിറ്റ് തന്നെ ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കിപ്പം MVD പിടിക്കും എന്നുള്ള പേടിയുള്ളവർക്കൊക്കെ തന്നെ ഹോണ്ടയുടെ ജെന്യുവൻ ആക്സസറി ആയതുകൊണ്ട് തന്നെ ഇത് വച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ വരില്ല. കാരണം ഇത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സസറീസാണ്. സോ ഇതിൽ നമുക്ക് വലിയൊരു വിൻ വൈസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ സാഡിൽ ബാഗ്സ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലേക്കും. പില്ലിയൺ ഇരിക്കുമ്പോൾ കംഫർട്ടിനായിട്ട് പില്ലിയൺ ബാക്ക് റെസ്റ്റ്, അതിനോടൊപ്പം ചേർന്ന് ഒരു ക്യാരിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പോരാത്തതിന് ഈ കാണുന്ന ക്രാഷ് ഗാർഡ്, അതേപോലെ നമുക്ക് ഒരു എൻജിൻ ഗാർഡ് വരുന്നുണ്ട്. ഫുഡ് പെക്ക്, കുറച്ചും കൂടെ വീതിയുള്ള ഫുഡ് പെക്ക് പോലെയുള്ള ആക്സസറീസും അവൈലബിൾ ആണ്. ഏകദേശം 15 പരം ആക്സസറീസ് നമുക്ക് ഈ ഒരു CB350ക്ക് വേണ്ടിയിട്ട് ഹോണ്ട ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, എക്സ്ട്രാ കംഫർട്ടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈലിസ്റ്റിക് ചോയ്സിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ക്രാഷ് ഗാർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇതുപോലെയല്ല അതിൻ്റെ ക്രാഷ് ഗാർഡ് ഇരിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് എഞ്ചിൻ്റെ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് CB350 വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത്. ഇതൊരു ക്വിക്ക് വോക്ക് അറൗണ്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓൺ റോഡ് റിവ്യൂ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.